അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന് ഇവിടെയാണ് പാർപ്പിച്ചെന്ന് പറഞ്ഞത്. പത്മകുമാറും ഭാര്യയും മകളും കൂടി ഇപ്പോൾ പോലീസുകാർ ഇത് ലോക്ക് ചെയ്തിട്ടേക്കണതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും നമ്മുടെ ഫാമിലോട്ട് കയറണതാണ്. അല്ലെ പശുവിനൊക്കെ ഇപ്പോഴാണ് ചേച്ചി നോക്കുന്നുണ്ട്, കാടി വെള്ളവും ഇതൊക്കെ കൊടുക്കണം. ഇത് നമ്മുടെ ഫാം നോക്കണ ചേച്ചീനെ കുറേ മീഡിയാസ് അല്ലേ വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ ഇറക്കി ഇപ്പം ചേച്ചിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചേച്ചി നിരപരാധിയാണ്. ചേച്ചിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് പലവരും പല നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ അമ്മ? അവള് ആഹാരം കഴിച്ചിട്ട് കാര്യങ്ങൾ ഇത് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോ മൊത്തം ഞാൻ പറയാത്ത കാര്യങ്ങൾ. നാലാമൻ ഇരിക്കുന്ന അഞ്ചാമൻ ഇരിക്കുന്ന അവര് ഞാൻ ചെയ്തു. അവര് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തോ സംഭവിക്കുന്ന അവർക്കുള്ള പുറകിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും മുന്നാബായി പറഞ്ഞ പോലെ ഈ ചെരുപ്പുകൾക്കുള്ള അന്വേഷണം കേരള പോലീസ് അന്വേഷിക്കണം. കാരണം ഈ പത്മകുമാറിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി അടുത്തുള്ള കഥകളൊക്കെ വരുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഈ പത്മകുമാറിന്റെ ഗോഡൗണിന്റെ നേരെ ഓപ്പോസിറ്റ്, മതലിന്റെ ഓപ്പോസിറ്റ് ഈ കിടക്കുന്നതൊക്കെ വേറെ കുറെ കുട്ടികളുടെ ചെരുപ്പാണ്. അതും പെൺകുട്ടികളുടെയൊക്കെ ചെരുപ്പാണ് കിടക്കുന്നത്. അപ്പൊ കേരള പോലീസ് വീണ്ടും ഈ കേസ് എന്താ പറയുക, ഇവരെ ശരിക്കും പറഞ്ഞാൽ നുണപരിശോധനക്ക് വിധേയനാക്കിയിട്ട് വേണം ഈ കേസ് അന്വേഷിക്കാൻ. എന്തായാലും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് കോഴിയൊക്കെ കിടപ്പുണ്ടോ കണ്ടോ. ഇവിടെ എങ്ങനെയാണ് ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുവന്ന് ഞാൻ ആലോചിക്കണത്. വേറൊരു പട്ടി ഇല്ല അവിടെ വന്നിട്ടുണ്ട്. പട്ടി ഇങ്ങോട്ട് കയറിയ പട്ടി കടിച്ച് കുണ്ടി കീറിക്കളയും. അതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല. ഇവിടെ കോഴിക്കൂടൊക്കെ ഉണ്ട് കണ്ടേ, കോഴിയൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് പട്ടികളാണ് ഇവിടെ, അതാണ് മെയിൻ. പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് നടക്കണതാണ്. ഞങ്ങളുടെ സാറോട് പറഞ്ഞായിരുന്നു ശരിപ്പിറങ്ങാൻ ഇവിടെ എന്താ. എന്തായാലും പോലീസുകാർ നമ്മുടെ പത്മകുമാറിൻ്റെ ഫാമിൻ്റെ ആ സൈഡിലൊക്കെ നടക്കുന്നുണ്ട്. ആരൊക്കെ വന്നിട്ടെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇവരുടെ പുറകെ പോവാം. ഹലോ മച്ചന്മാരെ, കേരുവാള അനുപാക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പത്മകുമാറിന്റെ ഫാം ഹൗസിലാണ്. അതായത് കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടി പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഇവിടെ ഒരു ഓടിട്ട വീടുണ്ട്, ഇവിടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ ഉള്ളിൽ കയറി കാണിച്ചു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങളാണ് എന്റെ ഫുൾ ഓൺ ഫുൾ പവർ. അപ്പൊ മച്ചന്മാരെ കയറുക, ഒരു പൊളി വിളിച്ചിട്ട് വരാം. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. നമ്മുടെ ഈ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിന്റെ വീടിന്റെ അവസ്ഥ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതെപ്പോഴും ഞെക്കിയാൽ മതി. അപ്പോൾ ആ എപ്പിസോഡ് കാണാം. അപ്പോൾ എന്തായാലും നമുക്കതേ നമ്മുടെ പത്മകുമാറിൻ്റെ ഫാമാണ്. നമുക്ക് അങ്ങോട്ട് അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. കയറ്റുമെങ്കിൽ നമുക്ക് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന് ഇവിടെയാണ് പാർപ്പിച്ചെന്ന് പറഞ്ഞത്. പത്മകുമാറും ഭാര്യയും മകളും കൂടി ഇപ്പോൾ പോലീസുകാർ ഇത് ലോക്ക് ചെയ്തിട്ടേക്കണതാണ്. അപ്പോൾ ഇതാണ് ആ ഫാമട്ടെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും കാണിച്ചു തരാം. കണ്ടതേ ഇതാണ് ആ ഫാമിൻ്റെ ഉൾവശം. 3 ഏക്കറോളം വരുമെന്ന് പറഞ്ഞത്. ഇവിടെ പോലീസുകാരൊക്കെ കിടപ്പുണ്ട്. ഇവിടെയും കാവലാണ്, ബേക്കറിയുടെ അവിടെയും കാവലാണ്. പിന്നെ ഈ പത്മകുമാറിൻ്റെ വീടിൻ്റെ അവിടെയും കാവലാണ്. അതെ, ഇതാണ് ആ ഫാം കേട്ടോ. ഈ 3 ഏക്കറിലാണ് ഈ ഫാം ഉള്ളതെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ. ഭയങ്കര കാട് പിടിച്ചിറക്കാണ്ട് കേട്ടോ. കാട് പിടിച്ച് കിടക്കുന്ന കംപ്ലീറ്റ്. ഇത്രയും വലിയ സ്ഥലമൊക്കെ ഉള്ള ആൾ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. കണ്ട, ഇവിടെയൊക്കെ വീടും പരിസരമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്നൊരു പിടിയില്ല. ഇതിങ്ങനെ കിടക്കണുണ്ട്. അത് കംപ്ലീറ്റ് ഇങ്ങനെ ഭയങ്കര വലിയൊരു പ്ലേസാണിത് കണ്ടോ. പിന്നെ ഈ വീട്ടിലാണെങ്കിൽ ആരുമില്ല, ഇവിടെ പൂട്ടിയിട്ടൊക്കെയാണ്. പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ആ വീട്ടിലും ആളില്ല. അവരൊക്കെ രാവിലെ പണിക്ക് പോകും, പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഇതുണ്ടോ. പിന്നെ കുട്ടി പറഞ്ഞ വീട്, അതായത് ഓടിട്ട വീടെന്നൊക്കെ കുട്ടി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വീടാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു ഓടിട്ട പോലെയാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കണത്. പക്ഷേ പോലീസുകാരൻ പറയാനുണ്ട് ഈ ഇവിടെ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ലെന്നും പറയുന്നത്. എന്താ സത്യം എന്നൊക്കെ ഇനിയിപ്പോൾ തുടർന്നുള്ള അന്വേഷണങ്ങളിലെ ബാക്കി ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ സംഭവമൊക്കെ ഒരു കിഡിലൊരു വലിയൊരു പറമ്പാട്ടത്. ഭയങ്കര വലിയൊരു സംഭവം. ഇവിടെ ചുറ്റുവട്ടം ആൾക്കാരും ഇല്ല. നിശബ്ദമായി കിടക്കുന്ന ഒരു ഏരിയയാണ് ഇത് ഫാം. കണ്ടോ, ഇതാണ് പത്മകുമാറിൻ്റെ ഫാം.
ഇവിടെ ഈ രാത്രിയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന്മാർ പോലും അറിയില്ല. അത്രക്ക് എന്താ പറഞ്ഞ ഒരു പ്രേതാലയം പോലെ ഇങ്ങനെ കിടക്കണേ വലിയൊരു പറമ്പ്. ഏക്കറാണിത്, അതിലും കൂടുതലുണ്ടെന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞത്. ഇത്തരം സ്ഥലമൊക്കെ ഉള്ള ആള് ഈ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറയാൻ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം. ഇത് കേരള പോലീസുകാർ വീണ്ടും ശക്തമായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ അറിയില്ല. എന്തായാലും ഇവിടെ എന്താ പറയണ്ട, പരിസരവാസികളൊക്കെ കുറവാണ്. ഫാമിൻ്റെ മതിലിൻ്റെ ചുറ്റിനുള്ള വീടാണിത്, പുറത്ത് വശമുള്ള വീടാണ് ഇത് കാണുന്നതൊക്കെ. കണ്ടാ ഈ ഫാമിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് നിന്ന് നോക്കാം. ഇവിടെയൊക്കെ കാടായ പ്രദേശം, കംപ്ലീറ്റ് കാടാണ്. ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാത്തൊരു സ്ഥലം. ഇതൊക്കെ എന്താ കംപ്ലീറ്റ് കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിനെ രാത്രി കൊണ്ടെന്നുണ്ടെങ്കിൽ ഈ പത്മമാറ വെറുതെ വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്, പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്. കാരണം ആ കുഞ്ഞ് ശരിക്കും പേടിച്ച് വിറച്ച് പോയിട്ടുണ്ടാവും കേട്ടോ. ഇത് കേട്ടോ ഈ ഭാഗമൊക്കെ ഓക്കെ. ഓ പക്ഷെ എൻ്റെ പൊന്നെ ഇതൊക്കെ. നമുക്ക് ആ ബാക്ക് വഴി ഒന്ന് പോയി നോക്കിയിട്ട് വരാം, അവിടെ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഫ്രണ്ടിൽ പോലീസുകാരൊക്കെ ഇപ്പം ഉണ്ട്. ഇതാണ് ഫാമിൻ്റെ അവസ്ഥ. ഒക്കെ വേണ്ട, ഭയങ്കര കാടുണ്ട്. ഇങ്ങനെ കിടക്കണ സാധനം കണ്ടോ. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും പോയി ചെന്ന് നോക്കാം. ബാക്ക് വഴി പോകാനുള്ള സെറ്റപ്പ് ഉണ്ടെന്നുണ്ട്, നമുക്ക് ചെന്ന് നോക്കില്ല. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഈ പത്മകുമാറിൻ്റെ ഫാം കാണാൻ വേണ്ടി വരുന്നുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ട് കേട്ടോ. ഇനി ബാക്ക് സൈഡൊക്കെ സെറ്റപ്പാണെന്ന് നോക്കാം. വേണ്ട, ഇവിടെ നിന്ന് ആരും ഒരു ആളനക്കോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഫാം. പട്ടിക്കൂട് പത്മകുമാറും മകൾ അനുപമയും വളർത്തുന്ന പട്ടികളെയൊക്കെ പൂട്ടി നിന്ന കൂടാണ്ട് സൂക്ഷിച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ. അറ്റത്ത് തന്നെ സൂം ചെയ്ത് കാണാനല്ല ചെറിയ ഇതൊക്കെ ഈ ഓടിട്ട ഇവരാണ് പട്ടികളെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ പട്ടിയെ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിൻ്റെ പട്ടി അവിടെ കിടന്ന് കുരക്കുന്നുണ്ട്. ഇതിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെയാണ് പാർപ്പിച്ചതെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു ഓടിട്ട വീട് നോക്കിയിട്ട് കാണാനില്ല. എന്തായാലും പട്ടിയൊക്കെ കുരക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കട്ടെ. ഭയങ്കര കാടായൊരു പ്രദേശമുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ വയലും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ ഒരു ഭീകര അന്തരീക്ഷമാണ്. നമുക്ക് എന്തായാലും ഇതേ അങ്ങോട്ട് ഒന്ന് പോയിട്ട് വരാം. പത്മകുമാറിൻ്റെ പട്ടിയൊക്കെ കിടക്കുന്നുണ്ട്. കണ്ടോ ഇവിടെയാണ് പത്മകുമാറിൻ്റെ ഗോഡൗൺ. കണ്ടോ കംപ്ലീറ്റ് കാറാണ്. ഈ വഴിയും പോകാം. നോക്കട്ടാ എങ്ങനെയാണ് സംഭവം. കുറേ കുഞ്ഞുങ്ങളെ കുറേ ചെരുപ്പുകളാണ് എന്ത് സംഭവം. അപ്പോൾ എന്തായാലും വേറെ സംഭവം കൂടി ഇവർ പറയുന്നുണ്ട്. ഇവിടെ കുറേ ചെരുപ്പുകൾ അടപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. എവിടെ കുറേ ചെരുപ്പുകൾ അടപ്പുണ്ട് ഇവിടെ. തോനെ കുട്ടികൾക്കുള്ള ചെരുപ്പാണ്, പല സൈസ് ചെരുപ്പുകളാണ്, ഷൂസ്. ഇവിടെ കുറേ ചെരുപ്പുകളൊക്കെ പോയിട്ട് വരുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകളാണ്. അതല്ലേ. അപ്പോൾ ഇത് കേരള പോലീസ് അന്വേഷിക്കട്ടോ, ശക്തമായിട്ട് അന്വേഷിക്കണം. അതേ കുട്ടികളുടെ ചെരുപ്പാണ്. കുട്ടികളുടെ ചെരുപ്പ് ഇവിടെ കുറേ കിടപ്പുണ്ട് ഈ ഭാഗത്ത്. കണ്ടതേ കുട്ടികളുടെ ചെരുപ്പുകൾ കിടപ്പുണ്ട് അല്ലേ. കുട്ടികൾക്കുള്ള ചെരുപ്പാണ്, നല്ലതൊന്നുമല്ല. എന്താണ് ഇവിടെ ഇത്രയും ചെരുപ്പുകൾ വരുന്ന നോക്കില്ലേ. നമ്മൾ ഈ വിദ്യാഭ്യാസം നമ്മൾക്ക് അറിയാം, ഒരുമാതിരി സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകളാണ് ഈ ഭാഗത്ത്. ഇതെല്ലാം ഇതുണ്ട്. ഈ ഷൂസ് അതെ കുഞ്ഞുങ്ങളുടെ 6, 7, 8 വയസ്സ് അതേ ചെറിയ കുട്ടികളുടെ ചെരുപ്പൊക്കെ കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും കേരള പോലീസ് ശക്തമായിട്ട് തന്നെ അന്വേഷിക്കണം ഇതില് അല്ലേ. ഈ വേറെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കണം. കാരണം ഇതാണ് കുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന് പാർപ്പിച്ച സ്ഥലം എന്നാണ് പറയണത്. നമുക്കറിയില്ല, അതിന് പോലീസുകാർ അന്വേഷിക്കുന്നത്. പട്ടിക്കൂടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതേ കുഞ്ഞുങ്ങളുടെ ചെരുപ്പൊക്കെ കിടക്കുന്നത്. ഇവിടെ ഇത്തരം ചെരുപ്പ് വരണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ലെന്നാണ്. ആശാൻ എന്താണ് സംഭവം എന്ന് പറയുന്നത്? ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കേരളക്കരെ മുഴുവൻ ഞെട്ടിച്ച കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ആ നിൽക്കുന്നിടത്ത് നമ്മളിപ്പം യാദൃശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് പോലീസ് ആ ഫാം അടച്ചു പൂട്ടിയിരിക്കുന്ന ഇടത്ത് വന്നപ്പോൾ നമ്മൾ പുറവശം വന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ യാദൃശ്യമായിട്ട് ചിലപ്പോൾ പോലീസ് പോലും ചിലപ്പം വന്ന് കണ്ടു കാണത്തില്ല. ഇവിടെ കുട്ടികളുടെ സൈസ്, അതായത് ഒരു 7 വയസ്സ് 8 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ ചെരുപ്പ് കിടക്കുന്നത്, അത് കാണുമ്പോൾ യാദൃശ്യമായിട്ട് ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന ഒരു ഫാമാണ്. അതുകൊണ്ട് നമുക്കൊരു ഡൗട്ട്, നമ്മുടെ ഒരു യാദൃശ്യമായിട്ട് സാധാരണപ്പെട്ട ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, അതാണ് നമ്മളിപ്പോൾ എടുത്ത് കാണിച്ചത്. സംശയമല്ല, ഇത് സത്യം പറഞ്ഞാൽ അന്വേഷിക്കണം. കുറേ ചെരുപ്പുകളുണ്ട്, കുട്ടികളുടെ ചെരുപ്പുകളാണ്. ഈ തട്ടിക്കൊണ്ടുവന്ന
കുട്ടിയെ പാർപ്പിച്ച സ്ഥലമാണെന്നാണ് ഈ പറയുന്നത്. ഇവിടെ പട്ടിക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേസ്റ്റ് വാരി ഇട്ടേക്കുന്നോണോ ഇട്ടേക്കുക. ഒരുപാട് സ്ഥലങ്ങള് അകത്ത് കാട് പിടിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവര് അതിൽ നിന്നും പുറത്തേക്ക് ഈ ഒരു പുറം ഭാഗം എന്ന് പറയുന്നത് മതിലിന് ഇപ്പുറത്തും വലിയൊരു കാട് തന്നെയാണ്, ഭയങ്കര കാടാണ്, വലിയൊരു കാടാണ് കാണുന്നത്. ആ കാടിനോട് ചേർന്ന് ഉള്ള ഒരു ഭാഗമാണ്. ഈ പ്രദേശത്തേക്ക് ചിലപ്പോൾ ഒരു അന്വേഷണം എത്തിയിട്ടുണ്ടാവില്ല. ഈ പ്രദേശത്തിന് അന്വേഷണം എത്തിയിട്ടുള്ള അപ്പൊ കേരള പോലീസ് ഈ പ്രദേശങ്ങളും കൂടി അന്വേഷിക്കണം, എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാം കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു വശ പോലും ഒരു മനുഷ്യരും ഇങ്ങോട്ട് വരത്തില്ല. അതും അവിടെ പിന്നെ വലിയ താഴ്ചയില് പിന്നെ വയലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കയറിയപ്പോ തന്നെ ഇഴജന്തുക്കളോ വല്ലതും ഉണ്ടാവുമെന്ന് നമുക്കും ഭയങ്കര ഒരു ഭയപ്പാടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എന്തായാലും ഇതും നമ്മളിൽ പെട്ട ഒരു സംശയം. ഇപ്പം നമ്മളത് എടുത്ത് കാണിക്കുന്നത് നാളെ കേരള പോലീസ് അന്വേഷിക്കട്ടെ. ഇത്രയും ചെരുപ്പ് വരാൻ ഇഷ്ടം പോലെ ചെരുപ്പുണ്ട്. അതും കുഞ്ഞുങ്ങളുടെ ചെരുപ്പ്. ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ ചെരുപ്പൊക്കെ ഇവിടെ കൊണ്ടുവന്നിടേണ്ട കാര്യമില്ല. അതായത് കുട്ടികളുടെ ചെരുപ്പാണ്. നമുക്ക് ഒന്നീ പത്മകുമാറിന്റെ വീട്ടിലെയാന്ന് പറയാൻ, പത്മകുമാറിന്റെ വീട്ടിൽ ഒരു കുഞ്ഞുങ്ങളും ഇല്ല. ഉണ്ടോ? ഇല്ല, ഒരു കുട്ടികളും ഇല്ല. അന്നേരം പിന്നെ ഈ ഒരു ഫാമിൽ ഇത്രയും ഭാഗത്ത് കൊണ്ടുവന്ന് ചെരുപ്പ് ഉപേക്ഷിക്കണമെങ്കിൽ, കുട്ടികൾക്കുള്ള ചെരുപ്പ് ഉപേക്ഷിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒരു സംശയം തന്നെയാണ്. വലിയൊരു സംശയം. ആരും വന്നിട്ടില്ല, ഒറ്റ ഒരാളും വന്നിട്ടില്ല. ഇപ്പൊ നമ്മളാണ് ഇത് വന്നതും കാണുന്നതും എല്ലാം. വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത അതുകൂടെ പറയാം. ഇത് കുട്ടികളുടെ ചെരുപ്പാണ്, വലിയവരുടെ ചെരുപ്പല്ല. ഒരേ പ്രായത്തിലുള്ള, എനിക്ക് തോന്നുന്നൊരു 6, 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ചെരുപ്പാണ് ഇത്. വലിയവരുടെ ആരെയും ഒരു ചെരുപ്പുമില്ല. അപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ പോലും കാണാം കുട്ടികളുടെ ഷൂ, കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ ചെരുപ്പ്. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളിടുന്ന കെട്ടുന്ന പെൺപിള്ളാര്. ഏറ്റവും വലിയൊരു ഡൗട്ട് വരുന്നത് എന്താ പറയുക, ഇതിനകത്ത് ആൺകുട്ടികളുടെ ചെരുപ്പില്ല. അതൊരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവര് തട്ടിക്കൊണ്ടുവന്നതും ഒരു 6, 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോ ആൺകുട്ടികളുടെ ചെരുപ്പ് ഒന്നുമില്ല. അതാ ഈ ഒരു ഇതൊക്കെ പെൺപിള്ളേർ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെരുപ്പുകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഇതൊക്കെ പെൺപിള്ളേർ ഇത് നമ്മൾ ആ തട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുന്ന ആ കുട്ടിയുടെ പ്രായം അനുസരിച്ചുള്ള കാലേ കിടക്കുന്ന ചെരുപ്പുകൾ. അതുകൊണ്ട് ഇതൊക്കെ ആൺപിള്ളേരല്ല ഉപയോഗിക്കുന്നത്, യഥാർത്ഥത്തിൽ പെൺകുട്ടികളാണ്. നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യണം. ഈ പത്മകുമാറിനെ വീണ്ടും അല്ലെ ശരിക്കും തന്നെ ചോദ്യം ചെയ്താലും ഇനി കുറെ കാര്യങ്ങൾ വരാറുണ്ട്. വലിയൊരു നിഗൂഢത നമുക്കിപ്പോ ഈ ചെരുപ്പ് കാണുമ്പോൾ ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ എന്തായാലും നമുക്ക് സംശയം ഉണ്ടാവാം. പക്ഷേ ഒരു കാരണവശാലും ഈ പറയുന്ന പത്മകുമാറിന്റെ വീട്ടിൽ ഒരു കുട്ടികളുള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത്രയും ചെരുപ്പ് അല്ലെങ്കിൽ വലിയവരുടെ ചെരുപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് ഊഹിക്കാം. പത്മകുമാറിന്റെ വീട്ടിൽ അവർ ഉപയോഗിച്ചതിന് ശേഷം വന്ന വേസ്റ്റ് ചെരുപ്പുകൾ കൊണ്ടുവന്നിടാൻ. അങ്ങനെ ഇടാനാണെങ്കിലും അകത്ത് സ്ഥലം ഒരുപാടുണ്ട്, പാഴായി കിടക്കുന്ന ഒരുപാട് കാട് ഉള്ള പ്രദേശമാണ്. ആ പ്രദേശമായ സ്ഥലത്ത് ഇടാതെ ഈ ചെരുപ്പ് പ്രത്യേകമായിട്ട് മതിലിന് കഴിഞ്ഞിട്ട് മാറ്റിയിട്ടേക്കുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു സംശയം. ഇത് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്ക് പോലീസ് ചില നരഹത്യ സംബന്ധമായ കാര്യങ്ങളിലൂടെ അതേപോലെ അന്വേഷിക്കണമെന്നാണ് ഇപ്പം നമുക്ക്. ഒരുപാട് കുട്ടികളെ കേരളത്തിലങ്ങാണ്ട് 100 ചില്ലാനും കുട്ടികളെ കാണാതെ പോയിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ മിനിഞ്ഞാത്തെ കണ്ട് പത്ര റിപ്പോർട്ട് നമ്മൾ കണ്ടത്. എന്തായാലും ഇതാണ് പത്മകുമാറിന്റെ ഫാമല്ലേ. പട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. പട്ടീനെയൊക്കെ അഴിച്ചിട്ടേക്കാണ്. കംപ്ലീറ്റ് പട്ടികളാണ് ഇവിടെ. ഈ പട്ടികളെ വളർത്തുന്നത് ഇയാളുടെ മകളാണെന്ന് പറയുന്നത്, അനുപമയാണെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് അതിന്റെ ആ ബാക്ക് ഭാഗത്ത് പോയിട്ട് വരാം. അപ്പൊ എന്തായാലും മുന്നാബായി പറഞ്ഞ പോലെ ഈ ചെരുപ്പുകൾക്കുള്ള അന്വേഷണം കേരള പോലീസ് അന്വേഷിക്കണം. കാരണം ഈ പത്മകുമാറിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി അടുത്തുള്ള കഥകളൊക്കെ വരുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഈ പത്മകുമാറിന്റെ ഗോഡൗണിന്റെ നേരെ ഓപ്പോസിറ്റ്, മതലിന്റെ ഓപ്പോസിറ്റ് ഈ കിടക്കുന്നതൊക്കെ വേറെ കുറെ കുട്ടികളുടെ ചെരുപ്പാണ്. അതും പെൺകുട്ടികളുടെയൊക്കെ ചെരുപ്പാണ് കിടക്കുന്നത്. അപ്പോൾ കേരള പോലീസ് വീണ്ടും ഈ കേസ് എന്താ പറയുക, ഇവരെ ശരിക്കും പറഞ്ഞാൽ നുണപരിശോധനക്ക് വിധേയനാക്കിയിട്ട് വേണം ഈ കേസ് അന്വേഷിക്കാൻ. കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ പഠിച്ച കള്ളിയാണെന്ന് പറയണം. ഇയാളുടെ ഭാര്യ, മകളെക്കുറിച്ചല്ല, ഇയാളുടെ ഭാര്യ പഠിച്ച കള്ളിയാണ്, ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇനി കംപ്ലീറ്റ് കാര്യം അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്. അപ്പം നമുക്ക് നേരെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ, അതായത് ഈ ഇതിനകത്ത് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞതെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ഈ 5-10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് അവരെ ആ പറച്ചിൽ കേട്ട് അവർ തന്ന ഒരു ഉത്തരം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന ഉത്തരം, ഇതിനകത്തെ പാഴ്മരങ്ങളിൽ പകുതി, ഈ 3 ഏക്കറിൽ നിൽക്കുന്ന പാഴ്മരങ്ങളിൽ പകുതി വിറ്റാൽ കിട്ടുന്ന തുകയേ ഉള്ളൂ. അതായത് അത്രയ്ക്കും വലിയ വലിയ മരങ്ങൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ പകുതി മരം വിറ്റാൽ മതി ഈ 10 ലക്ഷം രൂപ കിട്ടും. അതൊരു കറക്റ്റായ ഒരു പോയിൻ്റാണ്. അന്നേരം ഇവരെന്തിനാണ് അത് ചെയ്തത്? പക്ഷെ നല്ലവനാണ് പത്മകുമാറും ഭാര്യയും മകളും എന്നാണ് ആ ജോലിക്കാർ വരെ പറഞ്ഞത്, ശമ്പളം കൊടുക്കുന്നുണ്ട്.
ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ജോലിക്കാരായാലും അവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ജീവനക്കാർക്ക് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞ വേറൊരു പോയിന്റ്, പശുവിനെ കറന്നുള്ള വരുമാനം അവർക്ക് വേണ്ട. പശുവിൻ്റെ പാല് കറക്കാറില്ല. അതേപോലെ ഒരു കാളയുണ്ട് പത്മകുമാറിനോട് ഏറ്റവും അടുത്ത്. ആ പത്മകുമാറിനെ അതിൽ നിന്ന് ആ കാളയെ പുറത്തേക്ക് അഴിച്ചുകൊണ്ട് പോകാൻ വരെ പറ്റൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാള ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കാളയുണ്ട്, 3 പശുക്കളും ഉണ്ട്, ബാക്കിൽ കുറെ പട്ടികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം മൃഗസംരക്ഷണ വകുപ്പ് ഈ മൃഗസ്നേഹികളായ കുറച്ച് സംഘടനകൾ വന്ന് അതിനെ കൊണ്ടുപോകാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്നേരമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേര് ഇതിനകത്ത് ബന്ധമുള്ള ഈ മുതലാളിയായിട്ടും ഈ പുരയിടത്ത് ജോലി ചെയ്തിട്ടുള്ളൂ മീൻകുളം പണിഞ്ഞ അവരുമായിട്ട് തൊഴിലാളികളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അന്നേരമാണ് അവർ പറയുന്നത് ഒരു കാരണവശാലും ഇപ്പം നമുക്ക് തന്നെ കാണാം ഇതിവിടെ അത്രയ്ക്ക് മരങ്ങളാണ് നിൽക്കുന്നത്, വിലയുള്ള മരങ്ങൾ. ആ മരങ്ങളിൽ 1, 2, 3 വിറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന 10 ലക്ഷം രൂപയോളം കിട്ടും, ഈസി ആയിട്ട് കിട്ടും. അങ്ങനെയുള്ളവർ എന്തിനു ഈ കുട്ടിയെ കൊണ്ടുവന്നത്? അതേപോലെ തന്നെയാണ് നമുക്കിപ്പം നമ്മളെ പോകാൻ തുടങ്ങിയതാണ്. ഇവിടെ വന്ന് ഈ ചെരുപ്പ് കണ്ടപ്പോൾ നമുക്ക് കൂടുതൽ സംശയം ആർക്കായാലും കൂടെ എടുക്കുക. എന്ന് വെച്ചാൽ 6-7 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ ചെരുപ്പാണ്. അത് വലിയൊരാടെ പല സൈസിലുള്ള ചെരുപ്പുകളൊന്നുമില്ല. 6-7 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളുടെ, അത് പെൺകുട്ടികളുടെ. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ ക്യാച്ച് ചെയ്തത് ആൺകുട്ടിയെ ഒഴിച്ച് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടികൾ ഇടുന്ന 6-7 വയസ്സുള്ള പെൺകുട്ടികൾ ഇടുന്ന ചെരുപ്പാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞതും. അതും ഇപ്പം നമുക്ക് സംശയം ഉണ്ടാകും. നമ്മൾ വ്യക്തിപരമായിട്ട് പറയാല, ഇപ്പോൾ സാധാരണപ്പെട്ട ഒരാൾക്ക് കണ്ടാൽ അത് വ്യക്തമാകും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് കാണിച്ചത്. അതെന്തായാലും സംഭവം മുന്നമായി പറഞ്ഞ പോലെ ഒരു ഭയങ്കര വലിയൊരു തെളിവാണിത് ഈ കിടക്കണത് കണ്ടാ. അതായത് നിറച്ചും പെൺകുട്ടികളുടെ ചെരുപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ ഞാൻ ആരെങ്കിലും കുട്ടികളെ കുറേ പേരുണ്ട്, ഇതൊക്കെ പെൺകുട്ടികളുടെ ചെരുപ്പാണ്. ഇവിടെ കുറേ കുട്ടികളെയൊക്കെ കാണാണ്ട് മിസ്സിങ് ആയിട്ടൊക്കെ ഉണ്ട്. ഈ പത്മകുമാറെ ശരിക്കും ചോദ്യം ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആരാന്ന് കേരള പോലീസ് കണ്ടെത്തണമെന്നാണ് എൻ്റെ അപേക്ഷ. അപ്പോൾ എല്ലാവരും ഈ പരിപാടി ഒന്ന് ഷെയർ ചെയ്യുക. ഇവിടെ പട്ടികളൊക്കെ കിടന്ന് കുറക്കുന്നുണ്ട്. ഇനി ഫുഡ് കൊടുത്താലെന്ന് അറിയാൻ അപ്പുറത്ത് ചേച്ചിയെ കൊടുക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫാമിൻ്റെ അപ്പുറം ഭാഗത്തൂടെ ഒന്ന് പോയിട്ട് വരാം. പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ കമ്മിറ്റി നടക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ സാറോട് പറഞ്ഞായിരുന്നു ചെരുപ്പെടുക്കാനൊക്കെ. എന്താ എന്തായാലും പോലീസുകാർ നമ്മുടെ പത്മകുമാറിൻ്റെ ഫാമിൻ്റെ ആ സൈഡിലൊക്കെ നടക്കുന്നുണ്ട്. ആരൊക്കെ വന്നിട്ടെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇവരുടെ പുറകെ പോകാം. അതായത് നമ്മുടെ മച്ചാൻ, ഇവിടുത്തെ മച്ചാനാണിത് ഈ പോണത്. പുള്ളി നമ്മളെ ഈ ഭാഗങ്ങളൊക്കെ കാണിക്കേണ്ട. അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ല, ആ ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് വരെ ഉണ്ട് ആ സ്ഥലം കണ്ട. ഇതൊക്കെ പത്മകുമാറിൻ്റെ ഫാമാണ് കേട്ടോ. ഇത് കണ്ട വലിയൊരു ഫാമാണ്. അതിൻ്റെ ഉള്ള നോക്കി കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നു ഓടിട്ട വീടെന്ന് പറയും ഇതാണോ? ഇതാണോ ഓടിട്ട വീടെന്ന് പറഞ്ഞു? കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി ഇവിടെയാണോ? അല്ല, ഇത് പൊളിഞ്ഞിറക്കാണ് ഈ വീട് കണ്ട. ഇതിനകത്തൊന്നും ആരെയും കയറ്റാൻ ചാൻസ് ഇല്ല. കാരണം കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഏത് ഇതെന്താ ചെയ്തേക്കണം? ആ ഇവിടെയാണോ തട്ടിക്കൊണ്ടുവന്നത്? ഇവിടെ തട്ടിക്കൊണ്ടൊന്നുമില്ല. ഇവിടെ തട്ടിക്കൊണ്ടുവരാൻ പറ്റൂലല്ലോ. കാരണം ഇതുണ്ടല്ലേ അപ്പുറത്തല്ലേ കൊണ്ടുവന്നത്. ആ സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ആ സൈഡാണോ? അല്ല ഇവിടെ കൊണ്ടുവന്നുണ്ടേ, കൊച്ചിനെ കൊണ്ടുവന്നുണ്ടോ? കൊണ്ടുവന്നു എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് പോയത്. ആ അതാണ് ഇപ്പം ഞാൻ എൻ്റെ വീടിന് തൊട്ടാണ് ഈ ഓടിട്ട വീടാന്ന് പറഞ്ഞു. ഇത് ഓടിട്ട വീടല്ല. ഇതൊക്കെ എല്ലാം ഈ പത്മകുമാറാണ് അല്ലേ? വലിയ എത്ര ഏക്കറുണ്ട്? 3 ഏക്കറുണ്ട്. 3 ഏക്കറുണ്ട് കേട്ടോ. 3 ഏക്കറിലാണ് സംഭവിക്കുന്നത്. നമ്മള് ഇപ്പൊ അപ്പുറത്തുനിന്നാണ് ഇവിടെ വരെ 3 ഏക്കറില്ല കേട്ടോ. അതിന്റെ ഈ മതിലിന്റെ അപ്പുറത്താണ് 3 ഏക്കർ. ഇവിടെ 5 സെന്റ് വസ്തു. അത് രമേശന്റെ വീടാണ്. ഇത് വേറെയാണോ? ഇത് രമേശന്റെ വീടാ. രമേശന്റെ വീടാ. ഇവിടെ ആരുമില്ല. ഇവിടെ ആരൊന്നുമില്ല. ഇവിടെ മേടിച്ചാണ് അവര്. മേടിച്ചാണ്. ആര് മേടിച്ചു? മറ്റേ പത്മകുമാർ. ആ അതെ വെച്ചത് പത്മകുമാറാണല്ലോ മൊത്തം. ഇപ്പൊ രമേശന്റെ വസ്തുവൊക്കെ പത്മകുമാർ കാശ് കൊടുത്ത് മേടിച്ചില്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. രമേശന്റെ കുടുംബം നിഗൂഢതകളാണ് ഇവിടെ കംപ്ലീറ്റ്. അപ്പൊ വിഷ്ണുബായി ഉണ്ടോ നമുക്കെല്ലാം കാണിച്ചത്. ഇപ്പൊ നമ്മൾ ഞാനും വിഷ്ണുബായും കൂടി പോണത് ഇതിനകത്ത് കയറുന്ന വഴി വേറെ വഴി കാണിച്ചു തരാം. നമുക്കൊന്ന് കയറാം. പ്രഷറെ കാണിക്കണം കേട്ടോ. അപ്പുറത്ത് പോലീസുകാരെ കൂട്ടിയിട്ടൊക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരും വിഷ്ണുബായി കയറാത്ത വഴി കൂടെ കാണിച്ചു തരാം. ആ അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫാം നോക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. ഇത് ഇങ്ങനെ കിടക്കണുണ്ടോ മോനെ പത്മകുമാറിൻ്റെ ഫാം. നമുക്ക് അതിൻ്റെ ഉള്ളിട്ട് കയറാം. അതിന് മുമ്പ് നമുക്ക് ആ ചേച്ചിനെ കണ്ടിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മതിലിൻ്റെ ഓപ്പോസിറ്റ് കുറേ ചെരുപ്പ് കിടപ്പുണ്ട് കുട്ടികളുടെ. അത് കേരള പോലീസ് ശക്തമായിട്ട് തന്നെ അന്വേഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരാളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ട് ഈ ഫാം ഹൗസിൽ. പല പരിപാടികളും നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പത്മകുമാർ നുണപരിശോധനക്ക്, പത്മകുമാരനെയും ഭാര്യനെയും മകളെയും നുണപരിശോധനക്ക് വിധേയമാക്കണമെന്നാണ്
എൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതായത് നമ്മുടെ ഫാം നോക്കണ ചേച്ചീനെ കുറേ മീഡിയാസ് അല്ലേ വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ ഇറക്കി ഇപ്പം ചേച്ചിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി വേണ്ട പാവം. അത് മാത്രമല്ല ചേച്ചിയുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ആരെ തല്ലിയത്? തല്ലിയെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ആ ചേച്ചിക്ക് അറിയത്തുള്ളൂ ആരാണ് തല്ലിയെന്ന്. എന്തായാലും ചേച്ചി പറയാത്ത കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞെന്നാണ് ഇപ്പോൾ പുതിയ പുതിയ വാർത്തകൾ വന്നത്. ദൈവത്തോർത്ത് വാർത്ത ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ കുടുംബം കണ്ടില്ലേ, പാവപ്പെട്ടവരാണ്, ഇവരെ ഉപദ്രവിക്കരുത്. അതേ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി ആകെ തെറ്റ് ചെയ്തിട്ടുള്ളത് പത്മകുമാറിൻ്റെ വീട്ടിൽ ആ ഫാമിലി ജോലി ചെയ്യുന്ന ചേച്ചിയാണ്, അത് മാത്രമേ ചേച്ചി ചെയ്തിട്ടുള്ളൂ. ഇപ്പം ചേച്ചീൻ്റെ ഇത് തമ്പനയിലും വെച്ചിട്ട് 4ാമത് ആരാണ് 5ാമത് ആരാന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ ഇറങ്ങുന്നുണ്ട്. ചേച്ചിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് വാർത്ത ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ചേച്ചിയുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാണ്. ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി? ആഹാരം കഴിച്ചു അതായത് ചേച്ചി നിരപരാധിയാണ്. ചേച്ചി നിരപരാധിയാണ്. ചേച്ചിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് പലവരും പല നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ അമ്മ? ഉള്ളതാ പറയുന്നത്. അവള് ആഹാരം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. എത്ര ദിവസം ഈ എന്നിട്ട് ഞാൻ ഇവിടെ വീട്ടുകാർ ഓരോന്ന് പറഞ്ഞു ഇത് ചെയ്യുന്നു. ഞാൻ എന്താ മീഡിയക്കാരുടെ കാര്യങ്ങൾ ഇത് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ മൊത്തം ഞാൻ പറയാത്ത കാര്യങ്ങൾ 4ാമൻ ഇരിക്കുന്ന 5ാമൻ ഇരിക്കുന്ന അവര് ഞാൻ ചെയ്തു. അവര് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തോ സംഭവിക്കുന്നത് അവർക്കുള്ള പുറകിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ലായിരുന്നു. അവരത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് എന്റെ കാണിച്ചു. ഞാൻ പിന്നെ അത് ഇതും പറഞ്ഞെന്ന് പറഞ്ഞാൽ അവര് പിന്നെ എന്താ വിചാരിക്കും എന്നെ പറ്റി നാളെ ഒരു കാലത്ത്. അല്ല ചേച്ചിക്ക് സത്യം പറഞ്ഞ ചേച്ചി നിരവധി ചേച്ചിക്ക് ഇതൊന്നും അറിയാൻ പാടാത്തൊരു അതുകൊണ്ട് ഞാൻ ഒരു മീഡിയ എടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഇന്ന് കണ്ടപ്പോ ഒത്തിരി പേര് വന്നല്ലോ, ഞാൻ ആരെ മുമ്പേ വന്നല്ലോ. ഞാൻ അവിടെ ജോലിക്ക് പോയി ഞാൻ തിരിച്ച് ഇറങ്ങി പോയിരുന്നു. ചേച്ചി അവിടെ പട്ടിക്കും ഇതൊക്കെ ഞാൻ എല്ലാവർക്കും ചോറെല്ലാം കൊടുത്തിട്ട് എനിക്ക് വൈകിട്ടത് എനിക്കറിയാൻ കൊണ്ട് അവിടെ കാള കാളന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചേച്ചി? അപ്പൊ അതിനൊക്കെ ഞാൻ ഇനിയിപ്പോ അങ്ങോട്ട് കയറാൻ പോവാ. അങ്ങോട്ടാണ്. അപ്പൊ ചേച്ചി പാവമാണ്, ചേച്ചിയുടെ അമ്മയാണ്. അമ്മേ, ഈ ചേച്ചിനെ പറ്റി ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്റെ അനിയത്തിമാര് വരെ ഫോണിനകത്ത് വിളിച്ച് എന്നോട് സംസാരിച്ചേക്കുന്ന ചേച്ചി ഇന്നതുപോലെ അവള് പറഞ്ഞെന്നും പറഞ്ഞ് എല്ലാവരുടെയും മൊബൈലിൽ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനും കൂടെ ഉണ്ടായിരുന്നു ഈ വീഡിയോക്കാരൊക്കെ വന്നപ്പോ. അവളൊന്നും അസഭ്യമായിട്ട് അവരെ കുറിച്ച് ഒരു വാക്കും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അല്ല, അവരെ പറ്റി ചേച്ചിക്ക് പറയേണ്ട ആവശ്യമില്ല. ചേച്ചി വരെ ഇപ്പൊ നമ്മളെല്ലാം അറിഞ്ഞ പോലെ തന്നെയാണ് ചേച്ചി അറിഞ്ഞത് സംഭവം. അവര് ഇവളോട് നല്ല സഹകരണമാണ്. ഞാനിവിടെ വന്ന് കണ്ട് കുറേ നാൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ, ആ ഭാര്യയും ഭർത്താവും. അവർ ഒരു പന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല. ഇവക്കുള്ള അമ്മായിപ്പെല്ലാം അവിടെ മരിച്ചപ്പോൾ അവർ ചാക്കാലേക്ക് വന്ന് കുളിക്കുമെന്ന് എല്ലാത്തിനും വന്നു. അപ്പോൾ ഈ പാവപ്പെട്ട ചേച്ചീനെ ആരും ഉപദ്രവിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇവർ കണ്ടത് വീടൊക്കെ കണ്ടില്ലേ, ഇവരവിടെ എന്താണ് അതെ കണ്ട ഇങ്ങനെയാണ് അവസ്ഥ. ഈ ചേച്ചീനെ പല യൂട്യൂബർമാരും വെച്ചിട്ട് ഈ ചേച്ചി പറഞ്ഞു 4ാമൻ ഇനി ഒരാളുണ്ട്, അത് ആരാണെന്നൊക്കെ ചോദിച്ചു തമ്പനയിലും കാര്യങ്ങളൊക്കെ ഇട്ടാകെ സീനായി പാവം അല്ലേ. അവൾക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോലും ഒക്കാതെ ഉള്ള കണ്ടീഷനാണ് ഇപ്പം. ഈ ഇച്ചിരി പൈസയൊക്കെ ഒപ്പിച്ച് വന്നതാ, അന്നേരം ഈ വേന ഇങ്ങനെ വന്ന് കയറിയിരിക്കും. അന്നേരം സീനായി, ആകെ പ്രശ്നമായി. ചേച്ചി അപ്പൊ ഇനിയിപ്പോ ഇതിനൊക്കെ ഭക്ഷണമൊക്കെ ചേച്ചീനെ കൊടുക്കും അല്ലേ? അല്ല, അവര് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് സംസാരിക്കാൻ അവര് വന്നിട്ടുണ്ട്. അവരിനി എന്തിനാന്ന് പറഞ്ഞിട്ട് അത് അവര് വിളിക്കും എന്നെ. വിളിക്കുമ്പോ ചേച്ചി വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ കേസിൽ ചേച്ചിനെ ആരാണ് അപകീർത്തിപ്പെടുത്തിയത്? ചേച്ചി അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞാ? അല്ല, അതെന്ത് സംഭവം എന്താണ്? അത് പ്രേക്ഷകർ കേട്ടോ. ഈ ചേച്ചി അറിയാത്ത കാര്യങ്ങൾ, ഈ ചേച്ചി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞ് കൊറേ സംഭവം ഉണ്ട്. 4ാമൻ ആരെന്ന് ഞാൻ ആരത്തും പറഞ്ഞിട്ടുമില്ല. എന്തുവാന്ന് 4ാമൻ ആരെന്നാ അങ്ങനെയാണ് ഇപ്പൊ മൊബൈലിൽ കിടക്കുന്നത്. ഇപ്പം അതെന്ത് സംഭവം? അതെന്താ ഞാനിരുന്ന് ആലോചിക്കുന്നത് 4ാമൻ ആരും ഞാനിരുന്ന് ചിന്തിക്കുന്നത്. അതെനിക്കൊന്ന് അറിയണമല്ലേ 4ാമൻ ആരാന്ന്. അങ്ങനെ വിട്ട് എനിക്കറിയത്തില്ല. അവളാരെയും കേൾക്കെ പറയുന്നത് ഞാൻ കേട്ടില്ല. ആരും പേര് പറഞ്ഞ ചേച്ചി? അപവാദങ്ങൾ മൊത്തം എനിക്കാ. അല്ല, ചേച്ചി 4ാമൻ ആരാണെന്ന് ചേച്ചി പറഞ്ഞാണ് പറഞ്ഞ. ചേച്ചി അവരെ പറ്റി കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ പറ്റി നല്ലവരും അവര് എന്നെ എൻ്റെ അടുത്ത് കാണിച്ച ആത്മാർത്ഥതൊക്കെ എനിക്കറിയാം. പിന്നെ പൈസ ശമ്പളം നമുക്ക് ഇച്ചിരി വല്ലപ്പോഴും അവർക്ക് ഇതിന്റെ അത് പറഞ്ഞതുള്ളത് തന്നെ. പിന്നെ വേറെ കേട്ടോ ചേച്ചി, ഇവിടെ ആർക്കോ ഇതുണ്ടെന്ന് പറഞ്ഞ തല്ലിന്ന് പറഞ്ഞ ആരാണ്ടിന്? അയ്യോ, അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറയത്തില്ല. ചേച്ചി ഒന്നും പറയില്ല പാവം പേര്. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ല, ഞാൻ വന്നപ്പോ 6 മണി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ 6 മണിയല്ലേ? പശുവിനും കാളക്കൊക്കെ ചേച്ചി ഭക്ഷണം കൊടുത്തിട്ട് 6 മണിയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അല്ലേ? ഒരു കനാലുണ്ട് അവിടെ. അതെന്താ സംഭവം? ആരാ തല്ലിയത് ഇവിടെ?
ആരാന്നോ അവിടെ ഒരു കനാലുണ്ട്, അവിടെ ആ റോഡിന്റെ സൈഡിന് വണ്ടി വെച്ചിരുന്നത്. അന്നേരം ഒരു ഓട്ടോ ആളിങ്ങോട്ട് വന്നു. എന്നാൽ സൈഡിൽ വണ്ടി ഇരിക്കുന്ന അവർക്ക് വാങ്ങാൻ സ്ഥലമില്ലെങ്കിൽ അവർ മര്യാദയായിട്ട് പറയണ്ടേ, ഈ വണ്ടി എടുത്ത് മാറ്റി ഞങ്ങൾ അങ്ങോട്ട് പോട്ടെന്ന്. അത് പറയാതെ അവന്മാർ രണ്ടിനെയും കൂടെ തെളിയിട്ടടിച്ച്. അവർക്ക് ആരാന്നറിയാമോ, അവിടെ വെട്ടവും അങ്ങനെ. സ്റ്റേഷനിൽ പരാതി കൊടുത്തല്ലോ. പരാതിയൊക്കെ പാവപ്പെട്ട ചേച്ചിനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക്. കാരണം ചേച്ചി പറഞ്ഞിട്ടില്ല, ചേച്ചി പറയാത്ത കാര്യം നാലാമനാരാണ് എന്നൊക്കെ ചോദിച്ച് തമ്പനയിലൊക്കെ ഇട്ട് ആകെ ശോകമായി. ചേച്ചിക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചേച്ചി വീടിനുള്ളിൽ നിന്ന് പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് വന്നേക്കാണ്. എന്തായാലും നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോകട്ടെ. നമുക്ക് ആ നമ്മുടെ പത്മകുമാറിൻ്റെ ഗോഡൗണും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എന്തായാലും എന്തായാലും നമ്മുടെ ഇവിടെ ഈ വഴി കയറാൻ പറ്റില്ല. പട്ടി അല്ല പറഞ്ഞു എന്ത് പണിക്കുന്നത്. പത്മകുമാറിന്റെ ഫാമിന്റെ പുറകോശമാണ്. എന്റെ പൊന്നു വെച്ചാൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതേ സാധനം കിടക്കണ്ട, ഇവിടെ ഒരെണ്ണം കിടക്കണ്. ഇവിടെ വേറെ പട്ടി കിടപ്പുണ്ടാ. കംപ്ലീറ്റ് പട്ടികളുടെ കളിയാണ് ഇവിടെ. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവന്മാർ ഓടിച്ചിട്ട് നമ്മൾ കടിക്കും. അവിടെ നമുക്ക് ഈ വഴിയൊക്കെ ഒന്ന് പോയി നോക്കാം. വലിയൊരു കാട് പോലത്തെ സംഭവം ഉണ്ട്. കണ്ട പ്രദേശത്തൊരു വീട് പോലും ഇല്ല, ഇങ്ങനെ കിടക്കണ കണ്ട. ഇവിടെയാണ് പശു കിടക്കണത്. പശു ഉണ്ടല്ലേ? ഇവിടെ പശുവിനെ ഇവിടെ ഇട്ടാ പറഞ്ഞത്. ഒരു കാളയും വേണം, വലിയ കാള. പശു ഉണ്ടോടാ? ഇപ്പൊ ഒന്നുമില്ല കേട്ടോ, പശു ഒന്നുമില്ല ഇവിടെ. ഇത് നടന്നാൽ തീരുള്ളത്. ഇവിടെ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇത്ര ആ പരിസരവാസികൾ ആരും കണ്ടില്ലടാ. അതല്ല ഫ്രണ്ട് വശത്ത്. അപ്പൊ ഏത് വഴി വന്നു ഇവര്? എന്റെ പൊന്നെ, ഇത് നോക്കി കംപ്ലീറ്റ് കാടാ. ഇതൊക്കെ എന്റെ പൊന്നു നോക്കേ, ഇതൊക്കെ ഇനി ഇറങ്ങി പോണോ അങ്ങോട്ട്. ഇതൊക്കെ പത്മകുമാറിന്റെ സ്ഥലമാണ്. ഇതല്ല, ഇത് വേറെ വീടാണ്. അപ്പോൾ ഓടിട്ട വീട് ഏതാണെന്ന് ഞാൻ അന്വേഷിക്കുന്നത്. എടാ ഓടിട്ട വീട് എവിടെ ഇപ്പാ ഈ കൊച്ചു പറഞ്ഞത്? ഇവിടെയൊക്കെ താമസമുണ്ടാ? താമസമുണ്ടാ? അവിടെയൊക്കെ താമസമുള്ള കേട്ടോ. ഇതൊക്കെ ഇതുണ്ടോ? ഇതുണ്ടോ? ഈ വഴിയൊക്കെ പോകാം. അപ്പോൾ നമ്മളിതേ വീണ്ടും പത്മകുമാറിൻ്റെ ഫാമിൻ്റെ പുറകോശത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു മനുഷ്യന്മാരോട് ഇല്ല കേട്ടോ ഇവിടെ. ഏറ്റവും മനുഷ്യരില്ല കേട്ടോ. എൻ്റെ പൊന്നു, കാട്ടിൽ കൂടിയൊക്കെ ഇയാൾ എങ്ങനെ നടക്കണം ആലോചിക്കുന്നു. ഇതേ പശു ഉറപ്പുണ്ടോ? വേറെ പശു ഇതേ പത്മകുമാറിൻ്റെ പശു. ഇതേ ഈ വഴിയേറാ. വാ വാ വാ. എൻ്റെ പൊന്നു, അവിടെ പട്ടിയുണ്ട് കേട്ടോ. അപ്പം ഇതാണ് പത്മകുമാറിൻ്റെ ഫാം, പശു ഫാം. വാ നമുക്ക് അകത്തോട്ട് കയറാം. കംപ്ലീറ്റ് പശുക്കളാണ് ഇവിടെ. കണ്ടേ കണ്ടാ, പശുവൊക്കെ കണ്ടോ? കണ്ടാ എൻ്റെ പൊന്നു മോനെ, കണ്ട കോഴിയൊക്കെ ഉണ്ട് ഇവിടെ. കോഴിയുണ്ട്, പശുവുണ്ട്. കണ്ടോ അതേ പശുവൊക്കെ നമ്മളെ കണ്ടപ്പോൾ ഒച്ച ഉണ്ടാക്കണമൊക്കെ. അതുണ്ടോ ഇത്രയും പശുവുണ്ട്. ഓ കാള എന്തിനാ? കാള ഉണ്ടെന്നോട്ട്. കാള ரொம்ப സെറ്റപ്പാണ് മോനെ. ഇയാൾ നിസാര കളിക്കാരൊന്നുമല്ല. ഇയാൾ എനിക്ക് തോന്നുന്നുള്ള 10 ലക്ഷം രൂപ വേണ്ടി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. എന്തോ ഒരു നിഗൂഢത ഉണ്ട് ഇതിൽ. അപ്പം എന്തായാലും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടെ. കോഴിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയാണ് ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ ആലോചിക്കണത്. വേറൊരു പട്ടി ഇല്ല അവിടെ വന്നിട്ടുണ്ട്. പട്ടി ഇങ്ങോട്ട് കയറിയ പട്ടി കടിച്ച് കുണ്ടി കീറിക്കളയും. അതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല. ഇവിടെ കോഴിക്കൂടൊക്കെ ഉണ്ട് കണ്ടേ, കോഴിയൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് പട്ടികളാണ് ഇവിടെ, അതാണ് മെയിൻ പ്രശ്നം. കോഴിയൊക്കെ കിടന്നിട്ട് ഇവിടെ ഇതാ അവിടെ ഒരു പട്ടിയൊക്കെ കണ്ട. ഇവിടെ കൂടുതൽ പട്ടി കടിച്ച് നമ്മളെ നശിപ്പിച്ചളയും. അതുകൊണ്ട് അധികം നേരം നിൽക്കുന്നില്ല. ഇതൊക്കെയാണ് ഫാം. കണ്ട എടാ ഇങ്ങ പോരി കണ്ട. എൻ്റെ അപ്പുറം ഭാഗത്തൊക്കെ പട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, ഇതൊരു കൊള്ളസങ്കേതം പോലെ ഉണ്ട് സംഭവം. ഇതൊരു കൊള്ളസങ്കേതം പോലെ സംഭവം. അതാണ് ഫാം. ഇവിടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്ന ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം. ആ കുഞ്ഞ് എന്തോരം പേടിച്ചിട്ടുണ്ടാവും. കണ്ടോ
വലിയൊരു കാടാണ്. അപ്പോൾ അതെ പശുവൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ പൊന്നു മച്ചാന്മാരെ അതിൻ്റെ ഉള്ളിൽ കയറിയേക്കണത്. വളരെ സീനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം. പോലീസുകാരുണ്ടെങ്കിൽ അതിനും വലിയ പണിയാണ്. നിങ്ങളെ കാണിച്ചാൽ ഇതൊക്കെയാണ്. കണ്ടോ കണ്ടോ, ഇതാണ് ഫാം. ഇനി എങ്ങടാ ഇനി അങ്ങോട്ട് പോകണ്ട, നമുക്ക് മതിയെന്നേ. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടാ സംഭവം. കംപ്ലീറ്റ് ഇപ്പോൾ അങ്ങനെ ഇവിടുത്തെ സംഭവം കേട്ടോ. വളരെ പ്രയാസപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യണം. ഈ ഭാഗത്താണ് കുട്ടിയെ തട്ടിക്കൊണ്ട് നമ്മുടെ പത്മകുമാർ വന്നെന്ന് പറയണത്. കണ്ടാ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്. നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് പോയിട്ട് വരാം. ഇവിടെ 3 വഴിയാണെന്ന് പറഞ്ഞത്. എന്താ ഇവിടെ 3 വഴിയുണ്ടല്ലേ? 3 വഴിയുണ്ട്. അതെങ്ങനെയാണ് സംഭവം? 3 വഴിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നത് ഒന്ന് നേരത്തെ നേരത്തെ സ്റ്റെപ്പ് വരുന്നത് 3 വഴി. അതായത് നമ്മൾ ആദ്യം നിന്ന് വെച്ചാൽ വഴി ഇതിൻ്റെ അപ്പുറമാണ് പോലീസുകാർ നിന്ന് വെച്ചത്. പിന്നെ ഒന്ന് ഈ വഴി അങ്ങ് കയറി വന്ന വഴി ഫാം വഴി. പിന്നെ ഒന്ന് ഈ വഴി ഇപ്പുറം ഇവിടെ അല്ലേ? അങ്ങനെ 3 വഴിയാണ്. മെയിൻ ഗേറ്റ് ഇവിടെ 4 വഴി. അപ്പോൾ ഇവരൊക്കെ സഞ്ചരിക്കുന്ന മെയിൻ ഗേറ്റ് കൂടെ ആയിക്കോല്ലേ? സഞ്ചരിക്കുന്ന മെയിൻ ഗേറ്റ് ആയിരിക്കും. വേറെ ഇതിൽ കൂടെ കാറൊന്നും വരില്ല. അപ്പം അങ്ങനെയാണ് അവസ്ഥ. എന്നാലും ഞാൻ ആലോചിക്കുന്നത് ഈ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്രമ്പിൻ്റെ കാശുള്ളവൻ അങ്ങനെ ചെയ്യുമോ? എനിക്കെങ്ങനെ അറിയാം? അല്ല, നിൻ്റെ ഒരു അഭിപ്രായം പറ. നാട്ടുകാരൻ്റെ അടുത്തോ? അവരങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തോ ഒരു സംഭവം ഉണ്ട് ഇതിൽ. അതെന്തായാലും പോലീസുകാർ കണ്ടെത്തട്ടെ. അല്ല, ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് 1-2 വീടൊക്കെ ഉണ്ട്. കണ്ട ബേക്കോശം ഉണ്ട് അവരുടെ. അല്ലടാ ഈ ഫാം ഇതെല്ലാം നോക്കുന്നതാണ്. ഫാമാണ് മൊത്തം. ഇവരാണ് നോക്കണം. ഈ വീട്ടിലെ ചേച്ചി കണ്ടാ ഈ ഫാമൊക്കെ നോക്കണത്. നമ്മൾ നേരത്തെ കണ്ട ചേച്ചി ഇവിടെ പട്ടിക്ക് ഇവിടെ 6 മണി കഴിഞ്ഞ് പിന്നെ ആൾ കാണത്തില്ല. ആരും കാണത്തില്ല. ഈ ചേച്ചി കാണില്ലേ? ആരും കാണത്തില്ല. അവരെല്ലാവരും വീട്ടിൽ പോകും. എൻ്റെ വീടിന് തൊട്ട് മേലാണ്. ഇത് പ്രസാദ് എന്ന് പറഞ്ഞ മാന വീടാണ്. അവരൊക്കെ പാറെല്ലാം വലിയ വീടൊക്കെ വെച്ചിരുന്നു. ഇത് ഫാമിൻ്റെ ഇതിൽ ചെയ്യുന്നു. ഇതിൻ്റെ വാഴത്തോട്ടം, കൃഷിത്തോട്ടം, പശുവിനെ വരുന്ന നോക്കുന്നുണ്ട്. വർഷങ്ങളുകൊണ്ട് ഇവിടേക്കാണ്. ഇവിടെ അപ്പോൾ ഇവിടെ സംഭവം ഈ ചേച്ചിയാണ് ഫാമൊക്കെ നോക്കണം. ഇവിടെ വരും ചേച്ചി പശുവിനെ. ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ സംഭവം നടക്കണം. അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും ഇല്ലാത്ത വിഷയങ്ങളുള്ള നാടല്ലായിരുന്നു. ഇതിങ്ങനെ ഒരു സംഭവം അല്ലേ? നല്ലൊരു നാടിനെ നടുക്കിയ ഒരു സംഭവം ഇപ്പം അല്ലേ? നടുക്കി പോയി. പിന്നെ എന്ത് പറയാൻ പറ്റുന്നു? ഞാൻ ആലോചിക്കും ഇത്രയും വലിയ ഒരു എന്താ പറയുക, ഇന്നൊരു 10 സെൻറ്റ് സ്ഥലം വിറ്റാൽ തന്നെ ഇയാളെ കടം വിട്ടാലോ? പിന്നെ തീർച്ചയായിട്ടും ഇല്ലേ? അപ്പം ഞാനത് എല്ലാവരും അത് കഴിക്കണം. ഇത്രയും വലിയ ഫാമും കാര്യങ്ങളുള്ള ആൾക്കാർ ഇതെല്ലാം മേടിച്ചാണ്. ഇതൊക്കെ മേടിച്ചാൽ മതി. ഇതൊക്കെ പുതിയതായിട്ട് മേടിച്ചു. ഈ വരുമ്പോൾ ഇത്രേ ഉള്ളൂ. പഴയ വസ്തു എല്ലാം മേടിച്ചു അല്ലേ? ബാക്കിയെല്ലാം ഞാൻ മേടിച്ചിട്ടേക്കുവാണ്. പിന്നെ രമേശൻ്റെ വീട് അതെല്ലാം മേടിച്ചിട്ടേക്കുവാണ്. മൊത്തം മേടിച്ചല്ലേ? ഇത് മൊത്തം ടോട്ടൽ 3 ഏക്കർ ഉണ്ടാവില്ലേ? 3 ഏക്കർ ഈ വരമ്പിൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ ഈ ഇത് മേടിച്ച് വേറെ, അത് മേടിച്ച് വേറെ. ഇപ്പം എത്ര ഏക്കർ ആവും? പിന്നെ അപ്പം അങ്ങനെ വസ്തുവാകും. കിടക്കണേണ്. എന്നിട്ടാണ് ഈ പുള്ളി പണി ചെയ്തത്. അതാണ് എൻ്റെ. അതെല്ലാവരും 3 ഏക്കർ ഈ വരമ്പാണെന്ന് വേണമെങ്കിൽ കാണിച്ചു. ഈ വരമ്പാണ്. ഈ വരമ്പ് നേരെ പോകുന്നത് നമ്മൾ ഇറങ്ങി വന്ന വീടില്ലേ, ആ വീടിൻ്റെ അടുക്ക നേർക്ക വരമ്പാണ്. 3 ഏക്കർ വസ്തു. പിന്നെ ഇത് അഡീഷണൽ മേടിച്ചിരുന്നു. അവരെ വീട്ടിൽ നിന്നാണ് മേടിച്ചതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെ രമേശൻ്റെ വീടാണ് മേടിച്ചത്. പിന്നെ അങ്ങനെയാണ് ഈ വസ്തു കിടക്കുന്നത്. ഇങ്ങനെ കിടക്കണേണ് ഇങ്ങനെ അല്ലേ? റൗണ്ട് അടിച്ച പോലെ ലുലുമാല കിടക്കുന്ന പോലെ കിടക്കണ സംഭവം. അപ്പോൾ എന്തായാലും മച്ചാനെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളെ പുള്ളിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞുകൊണ്ട് നമ്മളിപ്പം വന്ന് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ പൊന്നു മച്ചാന്മാർ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി. പട്ടികളുടെ കൂട്ടമാണ്. കടിക്കാൻ വേണ്ടി കുറേ പട്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് പട്ടി ഓടിച്ചു വേണ്ടി ഞാനൊക്കെ ചാടി ഓടിയിട്ട് ഇവിടെ വന്ന് നിൽക്കണത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. അച്ഛാന്മാർ ഈ പരിപാടി ദയവേ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ പറപ്പിച്ചേക്കോട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും നമ്മുടെ ഫാമിലോട്ട് കയറണേണ്. അല്ലെ പശുവിനൊക്കെ എപ്പോഴാണ് ചേച്ചി നോക്കുന്നുണ്ട്. കാടി വെള്ളവും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പശു എന്താ പശു പത്മകുമാറാണെന്ന് ഓർത്താണ് പശു ഓടുന്നത്. പട്ടിക്കൊക്കെ വിശന്നിട്ട് പട്ടി കരയണമെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഡേഞ്ചർ പട്ടിയാണ്. എന്താ അതിനുള്ളിൽ കംപ്ലീറ്റ് പട്ടികളുണ്ടോ? ഒരു സീനാണിത്. ഇതുണ്ടോ? ഇത് പൊന്നെ ഇങ്ങനെ പശുവൊക്കെ കലിപ്പാണ്. പശുവൊക്കെ വിശന്നിരിക്കണം നമ്മൾ പാവം. കോഴിയുണ്ട് അല്ലേ? പശുവൊക്കെ കലിപ്പായിട്ടിരിക്കണേ. കലിപ്പ ഉണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ നിൽക്കില്ല. ഞാൻ നേരത്തെ പോലെ പട്ടിയുടെ ഭയങ്കര ശല്യം. അത് ഒരു പട്ടിയൊന്നുമല്ല വന്നത്. ഇഷ്ടംപോലെ പട്ടി പുലി ആടി വന്നതിലേക്ക് വന്നത്. ഞങ്ങൾ ഈ വഴിയൊക്കെ കയറിയാണ് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നിങ്ങൾ ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും ഇയാളിങ്ങനെ ചെയ്തത്? വേണ്ട കംപ്ലീറ്റ് കാറ
ഈ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നമുക്ക് പോകണം. ഈ വീട്ടിലൊന്നും ആരും താമസമില്ല. കണ്ട പൊട്ടിപ്പൊളഞ്ഞ വീടൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. ചോദിഞ്ഞിട്ടും പാടില്ല. കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ മൊത്തം പോയിരിക്കണേ. കണ്ട കണ്ട ഇതൊന്നും ആരുമില്ല. ഇവിടെയൊക്കെ ഇതൊക്കെ അയാൾ മേടിച്ചിട്ടാ. ഇതൊക്കെ പത്മകുമാർ മൊത്തം വാങ്ങിച്ചേക്കണേണ്. 3 ഏക്കറിൽ കൂടുതലുണ്ട് സാധനം. സംഭവം 3 ഏക്കറിൽ കൂടുതലുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. മച്ചന്മാർ എങ്ങനെയുണ്ട്? വേറൊരു വൈബാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്. എന്ത് സംഭവം വെച്ചാൽ പട്ടികളുടെ ശല്യമാണ്. മറ്റേ പുലിമുരുകല്ലിൽ പുലി ആടി വന്ന പട്ടിയൊക്കെ അവിടുത്തെ ഇവിടുന്നൊക്കെ ചാടി വരുന്നത്. ഞങ്ങൾ വേറൊരു വഴിയിൽ കൂടിയൊക്കെ നടന്നിട്ടാണ് നിങ്ങളെല്ലാവരും ഈ പശു ഫാമും കാര്യങ്ങളൊക്കെ കാണിച്ചത്. കാരണം എന്താ വെച്ചാൽ മുൻവശത്ത് പോലീസുകാർ ഇരിക്കുകയാണ്. അവർ കയറ്റില്ല, അവിടെ കുറ്റിയിട്ടൊക്കെയാണ്. പിന്നെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടൊക്കെയാണ് ഈ പരിപാടി നിങ്ങളുടെ മുന്നോട്ട് എത്തിച്ചേക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിപാടി ഇഷ്ടപ്പെട്ട് ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പറപ്പിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ എൻ്റെ പൊന്നു വച്ചമാരെ ഒരു വെടിപാട് നടത്തണം. സാധനം വെടിപാട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ